ലോർഡ്സിൽ പുരുഷന്മാർ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് 142 വർഷം. ഇത് ലോർഡ്സിൽ അവളുടെ കഥ. ഇന്ത്യൻ വിപ്ലവം, ക്രാന്തി ഗൗഡ്. ഇറ്റ്സ് ഹർ സ്റ്റോറി. ലണ്ടനിലെ വിഖ്യാതമായ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട്, ക്രിക്കറ്റിന്റെ മെക്കയും മദീനയും. ആ ലോർഡ്സിൽ സ്വർണ്ണ ലിപിയിൽ അവൾ തന്റെ പേരെഴുതി ചേർത്തു, വെറും 22-ാം വയസ്സിൽ. ഓർക്കണം, ക്രാന്തി ഗൗഡിന്റെ രണ്ടാമത്തെ ടെസ്റ്റ് മാത്രം. കളിക്കുന്നത് ക്രിക്കറ്റിന്റെ ഈറ്റില്ലത്തിൽ, കളി കണ്ടുപിടിച്ചവർക്കെതിരെ. എറിഞ്ഞിട്ടത് ഇംഗ്ലീഷ് നിരയിലെ 5 മുൻനിര ബാറ്റർമാരെയാണ്. വെറും 37 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ലോർഡ്സിൽ 5 വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ വനിതാ താരം. 1998 വരെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ലോർഡ്സിലെ ലോങ് റൂമാണ് ആ ചരിത്രത്താളുകൾ മറച്ച് ഇന്ത്യയുടെ വലം കയ്യൻ പേസറിന്റെ പേര് ലോർഡ്സ് ഓണേഴ്സ് ബോർഡിൽ. ക്രിക്കറ്ററും തന്റെ പേര് കാണാൻ ആഗ്രഹിക്കുന്ന ആ ബോർഡിൽ ഇടം നേടുന്ന ആദ്യത്തെ വനിത. കണ്ടോ, ആ ബോർഡിൽ നമ്മുടെ ബുംറയുടെ പേര് തൊട്ട് മുകളിലുണ്ട്. ലോർഡ്സിൽ സെഞ്ചുറി നേടാത്തത് കൊണ്ട് സാക്ഷാൽ സച്ചിന്റെയും കിങ് കോഹ്ലിയുടെയും പേര് പോലും ആ ബോർഡിലില്ല. എളുപ്പമായിരുന്നില്ല മധ്യപ്രദേശിലെ ഗുവാരയിലെ ഗ്രാമത്തിൽ നിന്ന് ലോർഡ്സിലേക്കുള്ള യാത്ര. 6 സഹോദരങ്ങളിൽ ഇളയവൾ. അച്ഛന്റെ മരണശേഷം പട്ടിണിയോട് പൊരുതിയുള്ള ജീവിതം. നാട്ടിലെ ആൺകുട്ടികൾക്കൊപ്പം ക്രിക്കറ്റ് കളിച്ചാണ് തുടക്കം, അതും അയൽവാസികൾ പണിതു തന്ന സിമന്റ് പിച്ചിൽ. അവളിൽ വിശ്വസിച്ച കുടുംബമാണ് ഈ നേട്ടത്തിൽ കയ്യടി അർഹിക്കുന്നത്. ആദ്യത്തെ ക്രിക്കറ്റ് കിറ്റ് വാങ്ങാൻ അമ്മയുടെ കയ്യിലുള്ള അവസാന തരി പൊന്നും വിറ്റു. പിന്നെ ക്രാന്തിയുടെ ക്രിക്കറ്റ് ഭ്രാന്തിനെ വളർത്തിയ മൂത്ത ചേട്ടൻ മായങ്കും. അണ്ടർ 17 ടൂർണമെന്റിൽ പകരക്കാരിയായി വന്ന് ബെസ്റ്റ് ബോളർ അവാർഡ് സ്വന്തമാക്കി. അന്ന് ലെതർ ബോളിൽ ക്രാന്തി എറിഞ്ഞ സ്പെല്ലുകൾ കോച്ച് രാജീവ് ബിൽത്രോ കണ്ടതാണ് കരിയറിലെ വഴിത്തിരിവ്. ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത സീനിയർ ഇന്ത്യൻ ടീമിന് പന്തെറിയാനെത്തിയ സാധാരണ നെറ്റ് ബൗളർ മാത്രമായിരുന്നു ക്രാന്തി. അവളുടെ സ്പെല്ലുകൾ കണ്ട് മാനേജ്മെന്റ് ഞെട്ടി. അവൾക്കായി BCCI പട്ടിക തിരുത്തി. അവൾ ചരിത്രവും. ഇംഗ്ലണ്ടിൽ കണ്ടത് ക്രാന്തിയുടെ മാരക സ്പെല്ലാണ്. മണിക്കൂറിൽ 115 കിലോമീറ്റർ വേഗതയിലാണ് പന്തെറിഞ്ഞത്. ബൗളർമാരെ പരീക്ഷിക്കുന്ന ലോർഡ്സിലെ ആ ചരിവ് ക്രാന്തിയെ ചതിച്ചില്ല. 18 മാസം മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റിൽ അവളുടെ പേര് പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് അവളെ അറിയാത്തവരായി ആരും.